വലിയ പുള്ളിയാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം 4 വർഷമായിട്ട് മിമിക്രി ആയിട്ട് മോണാക്ട് വിഭാഗത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളോട് ഒരു ചെറിയൊരു അനുഭവം അല്ലെങ്കിൽ നിനക്കൊരു മോണാക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ചേട്ടനെ പറ്റി ഒരു പരിചയം. ഞാൻ അമൽ മനോജ്, കോഴിക്കോട് വടകരയാണ്. ഇപ്പോൾ കറന്റ് G20യുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ യൂത്ത് അംബാസിഡർ ആണ്, UN റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഞാൻ 2018 വരെ 18ലാണ് +2 കഴിഞ്ഞത്. അപ്പോൾ അതുവരെ 4 വർഷം ഓട്ടംതുള്ള മോണാക്ടിൻ്റെ സ്റ്റേറ്റ് വിന്നറായിരുന്നു. ചെയ്യാം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ നുണോ? നിങ്ങളെന്താണ് സംശയിച്ചു നോക്കുന്നത്? ഈ കുപ്പായം കണ്ടിട്ടാ? ഇതിനു പിന്നിലൊരു കഥയുണ്ട്. മനുഷ്യകുലത്തിന്റെ പിറവിയോളം പഴക്കമുള്ള കഥ. ഞാനും നേരും സഹോദരങ്ങളായിരുന്നു. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന ഇരട്ടകൾ. അക്കാലത്തൊക്കെ നേരിന് വലിയ സ്വീകാര്യതയായിരുന്നു. എനിക്കാകട്ടെ പരിഗണന ഒന്നും ലഭിച്ചില്ല. എന്നാൽ ദുർലഭം ചില അവസരങ്ങൾ ലഭിച്ചു. ഞാനത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ത്രേതായുഗത്തിൽ രാമായണത്തിലെ മന്ദരയിലൂടെ. ശരിയാണ് മന്ദരെ, ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടത്തുവാൻ മഹാരാജാവ് തീരുമാനിച്ചിരിക്കുന്നു. അതാണ് നമുക്കുണ്ടായ അതിരറ്റ സന്തോഷത്തിന് കാരണം. അതിൽ ഇത്ര സന്തോഷിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീരാമചന്ദ്രൻ രാജപദവി ഏറ്റെടുത്ത രാജമാതാവാരാ? കൗസല്യ മഹാറാണി. എന്താ ശരിയല്ലേ? 2018 ശേഷം വീണ്ടും അരങ്ങ് കുറിച്ചതാണ്. 2018 ശേഷം 25-ല് കേരളാവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി, കേരളാവിഷന് വേണ്ടി അങ്ങനെ ഒരു നല്ല മോണാക്ട് ഒക്കെ കണ്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണ്. നവീന പുതിയ അതിഥിയുമായിട്ട് അവിടെ എത്തിയിരിക്കുന്നുണ്ട്. നവീൻ, ആരാണ് പുതിയ അതിഥി? 4ാമത്തെ ദിവസവും അടിച്ചു പൊളിക്കുകയാണ്, വേദികളൊക്കെ തിമിർത്താടുകയാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതല്ലേ?